അതോടൊപ്പം തന്നെ അതിഥികളുമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ് ആണ് പങ്കുചേരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേരളത്തിൽ വാർത്തകളിൽ അടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒന്നുണ്ട്, അത് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു പ്രായമായ സ്ത്രീ തന്നെ കേരളത്തിൽ ഒരു വാർത്താ ശ്രദ്ധ നേടുന്ന ആളായി മാറിയത് നമുക്കറിയാം. സാധാരണ നിലയിൽ പ്രതിപക്ഷമോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെയാണ് ഇത്തരത്തിൽ ശ്രദ്ധ നേടുക എങ്കിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീ അത് വളരെ പെട്ടെന്ന് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധത്തിനെ തുടർന്ന് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്കെല്ലാം പരിചിതയായി മാറുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുതന്നെയാണ്, ക്ഷേമ പെൻഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള വർധനവിന് സാധ്യതയുണ്ടോ? പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 5 മാസമായി ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ബജറ്റിൽ ഈ കുടിശ്ശിക നൽകാൻ തീരുമാനിച്ചാൽ പോലും അതിന് 5400 കോടി രൂപ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത് ഉയർത്തുക എന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാധ്യതയുള്ള ഒന്നാണോ? അഭിലാഷ്, വികസനവും കരുതലുമാണല്ലോ സർക്കാരിന്റെ പൊതുവേ ഉള്ള ഒരു മുദ്രാവാക്യം. അതെ. അപ്പൊ അതിൽ കരുതലിന്റെ ഭാഗമാണല്ലോ ക്ഷേമ പെൻഷൻ 1600 രൂപ എന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ക്ഷേമ പെൻഷനേക്കാൾ കുറച്ച് കൂടുതലാണ് എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ 5-6 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് ഒരു വലിയ ഒരു വിവാദ വിഷയം തന്നെയാണ്. മറിയക്കുട്ടി കേരളത്തിന്റെ ഒരു പ്രതീകമായി മാറുകയാണ്. ഈ ഒരു ദുരവസ്ഥയുടെ പ്രതീകമായി മാറുകയാണ്. പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു കാര്യം. ഇതെങ്ങനെ പരിഹരിക്കാമെന്നതാണ് വിഷയം. കാരണം ഇത് നൽകുന്നതിന് ഉണ്ടാകുന്ന ഭാരിച്ച ചെലവ് നമുക്കറിയാം. പെൻഷൻ, ശമ്പളം, പെൻഷൻ, ലോൺ തിരിച്ചടവ് മുതലായവ 74% ഖജനാവിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 74% ആയിരുന്നത് ഇന്ന് 82% മാറി. അപ്പോൾ വികസനത്തിന് വേണ്ടി ബാക്കിയുള്ളത് 18% മാത്രമാണ്. അതിനുള്ളിൽ ഈ കരുതലിനുള്ള പെൻഷനുള്ള ഈ പറയുന്ന ക്ഷേമ പെൻഷനുള്ള തുക കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ 1600 രൂപ പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല, കുടിശ്ശികയാണ് എന്ന് പറയുമ്പോൾ ഈ 1600 നിന്നും ഒരു കേവലം 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് 1700, 2500 ആക്കുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. അത് ആ പ്രതീക്ഷയെല്ലാം പൊലിഞ്ഞിരിക്കുന്നു. ഒരു രീതിയിലും 2500 രൂപ ആക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ല എന്തായാലും. പക്ഷേ ഇത് പ്രതീകാത്മകമായി ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടും മുൻ കാലങ്ങളിലെ കുടിശ്ശിക റിലീസ് ചെയ്യുകയും 1700 രൂപ ആക്കുകയും ചെയ്യുന്ന ഒരു സാഹസത്തിലേക്ക് ധനകാര്യമന്ത്രി ബാലഗോപാൽ മുതിരുമോ എന്നത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും വന്നില്ല എങ്കിൽ ഒരുപക്ഷെ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാവും കാണുക. അഭിലാഷ്. റൈറ്റ്. ഡാൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നത് വലിയ ബാധ്യതയാണ് വരുത്തിവെക്കാൻ പോകുന്നത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. 5400 കോടിയോളം രൂപ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാകുമെന്നാണ്. ബജറ്റ് അവതരണത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ പോലും കൃത്യമായി പറഞ്ഞാൽ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് എന്താണ് ഡാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു സാഹസത്തിന് ധനമന്ത്രി മുതിരും എന്ന് കരുതാൻ സാധിക്കുമോ?